അലി റളിയല്ലാഹു അൻഹുവിന് വഖഫായതാണ്. നിങ്ങൾ അലി തങ്ങളുടെ ആളുകളല്ലല്ലോ, ഞങ്ങളാണ് അലിയുടെ ആളുകൾ, അതുകൊണ്ട് നിങ്ങൾ ഇതിൽ നിസ്കരിച്ചുകൂടാന്ന് പറഞ്ഞ് പള്ളികളിലെ മുസല്ലകൾ എടുത്ത് ഓടിയിട്ടുണ്ട് ഷിയാക്കളെന്ന്. പക്ഷേ നൂറുദ്ദീൻ സംഘി ബഹുഭൂരിപക്ഷം വരുന്ന ഈ ഉമ്മത്തിന്റെ കൂടെയാണ് നിന്നത്, അഹ്ലുസുന്നയുടെ കൂടെ. ഷിയാക്കളുടെ ആ പ്രതിരോധം അവസാനിച്ചപ്പോൾ നൂറുദ്ദീൻ മഹ്മൂദ് സംഘി തന്റെ പ്രഗത്ഭരായ 2 ശിഷ്യന്മാരെ ഈജിപ്തിലേക്ക് പറഞ്ഞയക്കുന്നു. ഒന്ന് അസദുദ്ദീൻ ഷിർഖോ, മറ്റൊന്ന് സ്വലാഹുദ്ദീൻ അയ്യൂബി. 2 പേരോടും പറഞ്ഞു, നിങ്ങൾ ഈജിപ്തിലേക്ക് ചെല്ലണം, ഈജിപ്തിൽ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിക്കണം. ഈജിപ്തിന്റെ പള്ളികളിൽ മനോഹരമായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കുലി ഉയരണം. ഷിയാക്കളുടെ വാങ്കുലി ഹയ്യ അലസ്സലാ എന്ന് പറഞ്ഞിട്ട് ഹയ്യ അലാ ഖൈറിൽ അമൽ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാൽ അവർ ശേഷം പറയും അഷ്ഹദു അന്ന അലിയൻ വലിയുള്ളാഹ്. ഇന്നും അവരുടെ വാങ്കുകൾ അങ്ങനെയാണ്. മഹാനായ നൂറുദ്ദീൻ സംഘി പറഞ്ഞു, വേണ്ട വേണ്ട, നമുക്ക് ഒരു വാങ്ക്, അത് ബിലാൽ ഇബ്നു റബാഹിന്റെ വാങ്ക്, അഷ്റഫുൽ ഖൽഖിന്റെ വാങ്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നൂറുദ്ദീൻ സംഘി നിയമിച്ച ആ ദൗത്യം സ്വലാഹുദ്ദീൻ അയ്യൂബി ഈജിപ്തിൽ നിർവഹിക്കുകയാണ്. ഈ 2 മഹത്തുക്കളിലൂടെയാണ് ഇനി ഖുദ്സിന്റെ മോചനം നടക്കുന്നത്. ഖുദ്സ് ശത്രുക്കളുടെ കയ്യിലാണ്. കുരിശി യോദ്ധാക്കൾ അവിടെ വന്ന് പിടിച്ചടക്കിയിരിക്കുകയാണ്. ഇതുപോലെ ഒരു റബീഉൽ ആഖിറിൽ മഹാനായ സ്വലാഹുദ്ദീൻ അയ്യൂബിയും നൂറുദ്ദീൻ സംഘിയും നടത്തിയ ആ പരിശ്രമങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ ആ മഹത്തുക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവിന്റെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ ഉമ്മത്തിന് അവർ ചെയ്ത സേവനങ്ങളെ അല്ലാഹു ഖബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നൂറുദ്ദീൻ സംഘിയുടെ ഭാര്യയെ ഇസ്മത്തുദ്ദീൻ ബിൻതുൽ അതാബക് ഖാത്തൂൻ, അവരെ നമ്മുടെ സഹോദരിമാർ ഒന്ന് ഓർക്കണം. ഇസ്മത്തുദ്ദീൻ ഖാത്തൂൻ എന്ന് പറയുന്ന ആ മഹദി രാജാവിന്റെ ഭാര്യയാണ്, രാജ്ഞിയാണ് മഹദി. ഒരു ദിവസം രാത്രി ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയണീറ്റ് പേടിച്ച് വിറച്ചെഴുന്നേറ്റപ്പോ കൊട്ടാരത്തിലെ സേവകന്മാർ ഓടി വന്ന് ചോദിച്ചു, ഇസ്മത്ത് ഖാത്തൂൻ എന്തു പറ്റി? ആ മഹദി പറഞ്ഞു, സുബ്ഹി നേരമായല്ലോ, നസീതു വിർദി അല്ലൈല ഫാതനി വിർദി അൽബാരിഹ. ഇന്നലെ രാത്രി എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിപ്പോയല്ലോ, എനിക്ക് സുബ്ഹി വരെ ഉറങ്ങേണ്ടി വന്നല്ലോ. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ലല്ലോ, രാത്രിയിലെ ദിക്ർ ഞാൻ ചൊല്ലിയിട്ടില്ല. അല്ലാഹുവേ, ഞാൻ പേടിക്കുകയാണ്, എന്തു പറ്റി? നിങ്ങൾ എന്തേ എന്നെ ആരും വിളിച്ചുണർത്താതിരുന്നത് എന്ന് തഹജ്ജുദ് നിസ്കരിക്കാൻ കഴിയാത്തതിന്റെ പേരിൽ വിലപിച്ചിരുന്ന ഭാര്യയാണ് നൂറുദ്ദീൻ സംഘിയുടെ ഭാര്യ. നമ്മളറിയണം, ഈ ഉമ്മത്തിന്റെ വിജയം ഇബാദത്തിലൂടെയാണ് കാലാകാലത്ത് അല്ലാഹു നൽകിയത്. അഖ്സയുടെ മോചനവും അങ്ങനെ തന്നെയാണ് ഇനിയും നടക്കാൻ പോകുന്നത്. ഇബാദത്താണ് നമ്മുടെ വിജയം. നമ്മൾ അല്ലാഹുമായി എത്രത്തോളം അടുക്കുന്നുണ്ടോ അത്രേ അല്ലാഹു നമ്മളെ സഹായിക്കൂ. ഇബാദത്താണ് നമ്മുടെ വിജയം. നമ്മുടെ വിജയം ആയുധത്തിലല്ല, നമ്മുടെ വിജയം ആൾബലത്തിലല്ല, നമ്മുടെ വിജയം ആളെണ്ണം കൂടുന്നതിലല്ല. ഈ ഉമ്മത്തിലെ ഏതെങ്കിലും ഒരാൾ മുഹമ്മദ് ബിൻ വാസിഇൻ ഫിൽ മഅറഖത്ത് ഫിൽ ജുൻദി, എന്റെ സൈന്യത്തിലെ മുഹമ്മദ് ബിൻ വാസിഇന്റെ വിരലാണ് ഖൈറുൻ ഇൻദി മിൻ അൽഫി ശാബിൻ തുരീർ. 1000 ചെറുപ്പക്കാർ എനിക്ക് യോദ്ധാക്കളായി ലഭിക്കുന്നതിനേക്കാളും വമിൻ അൽഫി സൈഫിൻ ഷഹീർ, ഏറ്റവും നല്ല മുന്തിയ 1000 വാളിനേക്കാളും എനിക്കിഷ്ടം മുഹമ്മദ് ബിൻ വാസി എന്നവരുടെ ആകാശത്തേക്ക് പ്രാർത്ഥന കൊണ്ടുയരുന്ന വിരലാണ് എന്ന് പറഞ്ഞ മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം റളിയല്ലാഹു അൻഹു. അഫ്ഗാനിൽ ഇസ്ലാമിക സൈന്യം മുന്നേറുമ്പോൾ ആ മഹാൻ ചോദിക്കുന്നു, എവിടെയാണ് മുഹമ്മദ് ബിൻ വാസി? അവര് എത്തി നോക്കുമ്പോൾ രാത്രി സൈന്യത്തിലൂടെ അങ്ങനെ നോക്കുമ്പോ അഫ്ഗാനിൽ കാബൂളിൽ ക്യാമ്പ് ചെയ്ത ആ സൈന്യത്തിൽ ഒരു കുന്തം പിടിച്ച് മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ വാസി റളിയല്ലാഹു അൻഹു അവിടെ നിൽക്കുന്നുണ്ട്. അല്ലാഹുമ്മ അൻസുർനാ അലാ അഅദാഇനാ, അല്ലാഹുമ്മ അൻസുർനാ അലാ അഅദാഇനാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹുവേ ഞങ്ങൾക്ക് വിജയം വേണം, ഞങ്ങൾക്ക് വിജയം വേണം. വിരലുയർത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ ഖുതൈബത്ത് ബിൻ മുസ്ലിം പറഞ്ഞത്, വല്ലാഹി ലഇസ്ബഉ മുഹമ്മദ് ബിൻ വാസി, മുഹമ്മദ് ബിൻ വാസിന്റെ ആ വിരലാണ് 1000 ചെറുപ്പക്കാർ യോദ്ധാക്കളായി എനിക്ക് ലഭിക്കുന്നതിനേക്കാളും 1000 വാൾ എനിക്ക് കിട്ടുന്നതിനേക്കാളും ഇഷ്ടം മുഹമ്മദ് ബിൻ വാസിന്റെ പ്രാർത്ഥനയാണ്. ഈ ഉമ്മത്ത് ജയിച്ചത് അങ്ങനെയല്ലയോ? ബറാഉ ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നബിയുടെ സ്വഹാബി, കാണാൻ ഒരു ഭംഗിയുമില്ലാതിരുന്ന, എപ്പോഴും മെലിഞ്ഞൊട്ടിയ, മുടി ജടപിടിച്ച, 2 ചവിട്ടി ശരീരത്തിൽ പുതച്ച് വസ്ത്രമായി കൊണ്ടു നടന്ന, വളരെ സാധുവായി ജീവിച്ച ബറാഉ ബിൻ മാലിക് എന്നവരെ പറ്റി നബി തങ്ങൾ പറഞ്ഞു, റബ്ബ അശ്അസ അഗ്ബറ ദീ തുമുറൈൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ വമിൻഹും ബറാഉ ബിൻ മാലിക്. ഖാദിസിയ യുദ്ധം നടക്കുമ്പോഴാണ് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പേർഷ്യൻ സൈന്യവുമായി ജയിക്കാൻ കഴിയാതെ വന്നപ്പോ ബറാ എവിടെയാണ്? ബറാ മഹാനവറുകൾ വിളിച്ചു, ബറാ എവിടെ? സ്വഹാബിമാരെ വിളിച്ചു കൊണ്ടുവന്നു. ബറായെ ദുആ ചെയ്യണം, ബറായെ നിങ്ങൾ ദുആ ഇരുന്നാൽ നമ്മൾ വിജയിക്കും. ബറായെ ആകാശത്തേക്ക് കയ്യുയർത്തണം, ദുആ ചെയ്യണം. നമുക്ക് വിജയം വേണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് വിജയം വേണം. സൂര്യൻ അസ്തമിക്കുമ്പോൾ കിസ്റയുടെ കൊട്ടാരത്തിലെ അവരുടെ പതാക താഴുകയും അല്ലാഹു അക്ബറിന്റെ ശബ്ദം മുഴങ്ങുകയും വേണം. അതുകൊണ്ട് ബറായെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്നൊരിക്കൽ നബി തങ്ങൾ പറഞ്ഞ വാക്ക്? റബ്ബ അശ്അസ അഗ്ബറ. എത്ര മുടി ജട പിടിച്ച ആളുകൾ, എത്ര ആളുകളുണ്ട് പൊടി പിടിച്ച് നടക്കുന്നവർ. രണ്ട് കമ്പിളി പുതപ്പ്, ചവിട്ടിയായി കാല് തുടക്കുന്ന ചവിട്ടി പോലെയുള്ള 2 സാധനം പുതപ്പായി കൊണ്ട് നടക്കുന്ന, ശരീരത്തിൽ മുന്തിയ വസ്ത്രമിടാൻ കഴിയാത്ത പച്ചപ്പാവങ്ങൾ എത്രയുണ്ടെന്നറിയുമോ? അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ അവരിൽ ചില ആളുകൾ അങ്ങനെയാണ്. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അല്ലാഹുവിൽ സത്യം ചെയ്തവരെ വിഷയം പറഞ്ഞാൽ അല്ലാഹു അത് സാധിപ്പിച്ചു കൊടുക്കും. വമിൻഹും ബറാഉ ബിൻ മാലിക്. അവരിൽപ്പെട്ട ആളാണ് ബറാഉ ബിൻ മാലിക് എന്ന്. ബറായെ, നിങ്ങളോട് നബി തങ്ങൾ പറഞ്ഞത് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഖാദിസിയ യുദ്ധം വിജയിക്കണം. ആ ദുആയാണ് ഖാദിസിയ യുദ്ധം വിജയിക്കാൻ കാരണമായത്. അതുകൊണ്ട് നമ്മൾ അറിയണം, ഏറ്റവും നല്ലൊരു ഭരണാധികാരി, ആബിദായ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ച നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയുടെ ഭാര്യ ഇസ്മത്തുദ്ദീൻ. ആ പെണ്ണിന്റെ പേരതാണ് ഇസ്മത്തുദ്ദീൻ ബിൻതുൽ അതാബക് ഖാതൂൻ ബിൻത് മഈനുദ്ദീൻ അനർ എന്ന് പറയുന്ന ആ മഹദി സ്വതക്ക ചെയ്യുന്ന മഹദിയാണ്. ധാരാളം സ്വതക്ക ചെയ്യുന്ന മഹദിയാണ്. കയ്യിലുള്ള എല്ലാം ദാനം ചെയ്ത് തീർന്നപ്പോ ഭർത്താവ് മഹാനായ നൂറുദ്ദീൻ മഹ്മൂദ് സങ്കിയോട് ചോദിച്ചു, എനിക്ക് പൈസ വേണം, നിങ്ങൾ പൈസ തരണം, എനിക്ക് ദാനം ചെയ്യണം, പാവപ്പെട്ടവർക്ക് കൊടുക്കണം, ദാനം ചെയ്യണം. മഹാനായ നൂറുദ്ദീൻ സങ്കി പറഞ്ഞു, മോളെ, എന്റെ കയ്യിൽ കാശ് തീർന്നു. ഹെംസിലെ എന്റെ 3 കടയുണ്ട്. ആ കടയിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് നിനക്ക് ഞാൻ നൽകുന്നത്. അത് കഴിഞ്ഞു. പിന്നെ ബൈത്തുൽ മാലിലുണ്ട്, മുസ്ലിമീങ്ങളുടെ പൊതു സ്വത്താണത്. അത് നിനക്ക് തരാൻ എന്നെ കൊണ്ട് കഴിയില്ല. അത് ചോദിക്കരുത്, അത് മുസ്ലിമീങ്ങളുടേതാണ്. അതുകൊണ്ട് ഹെംസിലെ എന്റെ ഷോപ്പിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടോ നീ എടുത്തോ, ദാനം ചെയ്തോ. അങ്ങനെ ദാനശീലമുണ്ടായിരുന്ന ആബിദത്തായ, രാത്രിയിൽ പേടിച്ചെഴുന്നേറ്റത് തഹജ്ജുദ് നിസ്കരിക്കാൻ ഓർമ്മയില്ലാതെ ഉറങ്ങിപ്പോയതിന്റെ പേരിൽ. അതിന്റെ ശേഷം ഫലസ്തീനിൽ ഒന്നാകെ സുബഹിയുടെ 1 മണിക്കൂർ മുമ്പ് ചെണ്ട കൊട്ടുമായിരുന്നു ആളുകൾ. എന്തിന്? രാത്രി നിസ്കരിക്കേണ്ടവർക്ക് നിസ്കരിക്കാൻ ഉണർത്താൻ. തന്റെ ഭർത്താവ് നൂറുദ്ദീൻ സങ്കി ഉത്തരവിട്ടു, പ്രിയപ്പെട്ട ഭാര്യ ഇസ്മത്തുദ്ദീൻ ഖാതൂൻ രാത്രിയിലെ തഹജ്ജുദ് നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ പൊട്ടിക്കരഞ്ഞത് കണ്ടപ്പോ, ഇത്രയും ഇബാദത്തിനെ സ്നേഹിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാൻ അവസരം വേണം. അതുകൊണ്ട് നാട്ടിലൊന്നാകെ സുബഹി വാങ്ക് വിളിക്കുന്നതിന്റെ 1 മണിക്കൂർ മുമ്പ് നഗാരമുട്ടിയിട്ട് ആളുകൾക്ക് നിസ്കരിക്കാൻ ഉണർത്തിയിരുന്ന ഒരു സമ്പ്രദായം നിലവിൽ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിലൂടെയാണ് വിജയമെന്ന് കാണിച്ചു കൊടുക്കുന്നു. എപ്പോ ഫ്രഞ്ചുകാരന്റെയും യൂറോപ്പുകാരന്റെയും സൈന്യം, കുരിശ് സൈന്യം എന്ന് പറയുന്ന ക്രൂസൈഡുകൾ, സ്വലീബിയീൻ, പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയെ പിടിച്ചടക്കിയിട്ട് നരനായാട്ട് ചെയ്ത് അവിടുത്തെ പിഞ്ചു മക്കളെ കഴുത്തറുത്ത് കൊന്ന് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത
ഏറ്റവും വലിയ കടുത്ത ശത്രുതയുടെ പര്യായമായവര് മാറിയ നേരത്ത് ഇബാദത്തിലേക്ക് മാറുകയാണ്, ഇബാദത്തിൽ ശ്രദ്ധിക്കുകയാണ്. മുസ്ലിം നേതാവ് നൂറുദ്ദീൻ സംഘയും തന്റെ ഭാര്യ ഇസ്മത്തുദ്ദീൻ ഖാത്തൂനും. അള്ളാഹു നമുക്ക് ഇബാദത്തിന്റെ മധുരം നൽകട്ടെ. ഇബാദത്ത് അള്ളാഹു നമുക്ക് ഇഷ്ടമാക്കി തരട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ അല്ലാഹു സ്വീകാര്യത നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ നൂറുദ്ദീൻ സംഘി മഹാനവറുകൾ മസ്ജിദുൽ അഖ്സ മോചനം നടക്കുന്നതിന്റെ മുമ്പേ മരിച്ചു പോകുന്നു.